സ്ത്രീകളും ഇപ്പോൾ ഗർഭിണികളായാലും കുഞ്ഞുങ്ങളെയും ഒക്കെ കൊണ്ട് അങ്ങോട്ടേക്ക് എത്തും, സംശയമില്ല. അങ്ങനെ വന്ന ഒരു ജനക്കൂട്ടത്തെ എങ്ങനെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ അത്ര അധികം ആളുകളെ അങ്ങോട്ട് കയറ്റിവിടാതിരിക്കുക, ഈ 10,000 പേർ മാത്രമാണ് ഉള്ളതെങ്കിൽ അവരെ ആ തരത്തിൽ നിയന്ത്രിക്കുക. അങ്ങനെ ക്രൗഡ് മാനേജ്മെൻറ്റ് വളരെ പ്രധാനമാണ് ഇത്തരം സമ്മേളനങ്ങളിൽ. അതൊന്നും അറിയാൻ വയ്യാത്ത ഒരു പാർട്ടിയായി വിജയുടെ പാർട്ടി മാറുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഇതിൻ്റെ ഒരു പരിണിത ഫലമാണ്, തിക്തഫലമായി മാറുകയാണ്. സിബി സത്യനുണ്ട്. സിബി, മാസങ്ങൾ മാത്രമാണ് വിജയുടെ പാർട്ടി രൂപീകരണം നടന്നിട്ട്. ഒരു അമച്വർ ലെവലിലുള്ള പാർട്ടിയാണ്, രാഷ്ട്രീയമായി അത്ര പരിചയമില്ല. തുടക്കം തന്നെ പിഴയ്ക്കുകയാണോ അവർക്ക്? രഞ്ജിത്ത്, ഇത് ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ വഴി മാത്രം രാഷ്ട്രീയ പാർട്ടികൾ രൂപവൽക്കരിക്കുന്നതിന്റെ ചില പ്രശ്നങ്ങളും ഈ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ റാലികളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന്റെ പരിചയക്കുറവുമാണ് ഇത്തരം പ്രതിസന്ധികൾക്ക് കാരണം. ഇത്തരം ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നത് വളരെ സെൻസിറ്റീവായ ഒരു ജനതയാണ് തമിഴ്നാട്ടിലേത്. അപ്പൊ ആ സെൻസിറ്റീവായ ജനതയെ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ വഴി പരമാവധി ഉദ്ദീപിപ്പിക്കുകയും എന്നാൽ ഒരു രാഷ്ട്രീയ ഒരു ഫാൻ ക്ലബ്ബ് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതിന്റെ പരിണിതഫലങ്ങളാണ് ഇതെന്ന് പറയാം. നമുക്ക് കുറച്ചുകൂടെ ഗൗരവമായിട്ട് വേണം ഒരു രാഷ്ട്രീയ പരിപാടി സംഘടിപ്പിക്കാൻ, റാലി സംഘടിപ്പിക്കാൻ. കാരണം ഇതിന്റെ ഇത്രയും വലിയൊരു ക്രൗഡ് മുന്നിലേക്ക് വരുമ്പോൾ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ഇതിന്റെ സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാണ്, ഇത്തരം സംഭവങ്ങൾ ഇതുപോലത്തെ ഒരു ഉന്തിലും തെള്ളിലും ആൾക്കാർ പെട്ടുപോകാനുള്ള സാധ്യതകൾ എന്താണ്, ഒരു ഗ്രൗണ്ടിന്റെ കപ്പാസിറ്റി എന്താണ്, അതിനകത്ത് എത്ര പേരെ ഉൾക്കൊള്ളാൻ പറ്റും, അതിൽ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരേണ്ടതുണ്ടോ തുടങ്ങി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മാനേജ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. എന്നാൽ ഇത്രയും യാതൊരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെ വിജയിന്റെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിനെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി ജനക്കൂട്ടത്തെ വിളിച്ചു വരുത്തുന്ന ഒരു സംഭവത്തിലേക്കാണ് ഇത് പോയിരിക്കുന്നത്. അത് വളരെ നിർഭാഗ്യകരമായ ദുരന്തത്തിലേക്ക് അത് വഴിവെച്ചിരിക്കുകയാണ്. ഈ പോലീസിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു സിബി, 30ഓളം നിർദ്ദേശങ്ങൾ പോലീസ് നൽകിയിരുന്നു ഈ എങ്ങനെ ഈ നിയന്ത്രിക്കണം, എന്താണ് പാർട്ടി എടുക്കേണ്ട മുൻകരുതൽ എന്നൊക്കെ. പക്ഷെ അതൊക്കെ പൊതുജന മധ്യത്തിൽ വെച്ച് ഇവരെയൊക്കെ ആരാധകരെയൊക്കെ ആവേശം കൊള്ളിക്കാൻ കീറി എറിയുകയായിരുന്നു വിജയ്. അതെ, ഇത് തന്നെ നമ്മൾ ഇതിന്റെ ഒരു ചെറിയ രൂപം പരിഗണിച്ചു കഴിഞ്ഞാൽ അല്ലു അർജുന്റെ ഒരു സിനിമയുടെ രംഗത്തിൽ ഇതുപോലെ സംഭവം അടുത്ത കാലത്തുണ്ടായിരുന്നു. നമ്മൾ ഓർമ്മയുണ്ടാവും, അന്ന് രേവന്ത് റെഡ്ഡി തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പ്രകാരം അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ഉണ്ടായി. അപ്പം ഇതുപോലുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് ഒരു ഫാൻ ക്ലബ്ബ് കൈകാര്യം ചെയ്യുന്നതിന്റെ ലാഘവത്തോടെ ചിലപ്പോൾ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ്. കാരണം സുരക്ഷാ മാനദണ്ഡങ്ങളിൽ പോലീസിന്റെ നിർദ്ദേശം കൃത്യമായിട്ട് പരിഗണിക്കുക, സുരക്ഷാ മാനദണ്ഡങ്ങളിൽ പോലീസ് ഈ പറഞ്ഞ ഫയറിന്റെ അതുപോലുള്ള എല്ലാ സുരക്ഷാ ഏജൻസികളുടെയും നിർദ്ദേശങ്ങൾ പരിഗണിച്ച് അത് കൃത്യമായിട്ട് നടപ്പിലാക്കുമെന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയവയൊക്കെ ഇതിന്റെ സംഘാടകരുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ കൃത്യവിലോപം കാണിക്കുന്ന സംഘാടകർ പലപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് ഇതുപോലെ ഉത്തരവാദിത്തമില്ലാത്ത പരിപാടികൾ വീണ്ടും സംഘടിപ്പിക്കപ്പെടുന്നത്. ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് ഉത്തരവാദിത്തം ഫിക്സ് ചെയ്ത് കൊടുക്കുകയും ഇതിന്റെ സംഘാടകർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും വേണം. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നിലവിൽ ഈ പറഞ്ഞതുപോലെ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് വിജയിനെ അറസ്റ്റ് ചെയ്താൽ അത് പൊളിറ്റിക്കലി വിജയ് മൈലേജ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യവും ചിലപ്പോൾ നിലവിലുണ്ടാകും. അപ്പൊ ഇത് ഏത് രൂപത്തിലാണ് അത് അവിടുത്തെ സർക്കാർ കൈകാര്യം ചെയ്യുന്നത് എന്നതും ഈ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഇത്രയും അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് വളരെ പ്രസക്തമാണ്. തീർച്ചയായും സെബി സത്യനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ മരിച്ചു, കുഞ്ഞുങ്ങൾ മരിച്ചു, അനവധി ആളുകൾ ഇപ്പോഴും പരിക്കേറ്റ് ചികിത്സയിലുണ്ട്. கூறியிருக்காங்க 50 பேர் செத்துக்கு யாராவது ஒருத்தனாவது வந்திருக்கோம்ல. சம்பந்தமே இல்லாம
തമിഴ്നാട് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര മന്ത്രിസഭാ യോഗം ചേരുന്നു. ഉദ്യോഗസ്ഥരുമായി അടക്കം മുഖ്യമന്ത്രി സംസാരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം. മറ്റൊന്ന്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ ദുരന്തത്തിൻ്റെ ഒരു പശ്ചാത്തലം അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കേന്ദ്രം റിപ്പോർട്ട് തേടിയിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സർക്കാരിനോടാണ് ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഏതായാലും സംഭവത്തിൻ്റെ ഗൗരവം ചെറുതല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, അത് പുതുതായി രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ, ഒരു സിനിമാ താരത്തിൻ്റെ ഉദയം ഒരുപക്ഷെ തമിഴ്നാട്ടിലുണ്ടായേക്കുമെന്ന് കരുതപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനത്തിൽ ഇത്രയധികം മരണം സംഭവിക്കുക എന്നുള്ളത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വിവരമായിരിക്കാം, പുതിയ കാഴ്ചയായിരിക്കാം. കാരണം ഒരുപാട് തിക്കും തിരക്കുമൊക്കെയുള്ള MGR ഒക്കെ രാഷ്ട്രീയമായി വലിയ തോതിൽ സ്വാധീനം ചെലുത്തിയ ഒരു സംസ്ഥാനം കൂടിയാണ്. അതിനുശേഷം ജയലളിത, അവരും ഒരു സിനിമാ താരമായിരുന്നു നമുക്കറിയാം. അതിനുശേഷം കരുണാനിധിയുടെ സാന്നിധ്യം അവിടെ, കരുണാനിധി വലിയ തോതിൽ അവിടെ സ്വാധീനമുള്ള ഒരു നേതാവായിരുന്നു. MK സ്റ്റാലിൻ സിനിമാ ബന്ധമുള്ള നേതാവാണ്, സംശയമില്ല. ഇപ്പോൾ വിജയ് കൂടി വരുമ്പോൾ വിജയകാന്തിൻ്റെ പാർട്ടിയും തമിഴ്നാട്ടിൽ ഏറെ സ്വാധീനമുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. വിജയ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന് വരുമ്പോൾ അത് ഒരു പുതിയ നേതാവിൻ്റെ, തമിഴ്നാട്ടിലേക്ക് നേതാവിൻ്റെ ഉദയമെന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ദുരന്തമായി കൂടി മാറുന്ന പശ്ചാത്തലമുണ്ട്. വിജയുടെ ഓരോ വാക്കും കേൾക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടും. ആവേശകരമായ പ്രസംഗമൊക്കെയാണ്, ജനങ്ങളെ കയ്യിലെടുക്കും. DMKക്കെതിരെ കടുത്ത ഭാഷയിൽ സംസാരിക്കും. ഇന്ന് തന്നെ വിജയ് പറഞ്ഞ കാര്യം, നിങ്ങൾ DMKക്ക് ചെയ്യുന്ന വോട്ട് അത് BJPക്ക് ചെയ്യുന്ന വോട്ടിന് തുല്യമാണ് എന്നാണ് അത് മനസ്സിലാക്കുന്നത്. DMK BJPയുടെ അച്ചാരം പറ്റുന്നവരാണ് എന്നുള്ള പരാമർശമൊക്കെ വിജയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. AIDMKക്കെതിരെയും ശക്തമായ ആക്രമണം വിജയ് നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടയിലാണ് ഈ ദാരുണമായ സംഭവമൊക്കെ അവിടെ നടന്നത് എന്നതും ദൗർഭാഗ്യകരമാണ്. വിനോദ്, വിജയ് ഇപ്പോൾ മടങ്ങുന്ന ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകർക്കായി കാണിക്കുന്നുണ്ട്. തൃശ്ശി എയർപോർട്ടിൽ എത്തിയതിനു ശേഷം സ്വന്തം സ്വകാര്യ വിമാനത്തിൽ വിജയ് ചെന്നൈയിലേക്ക് മടങ്ങി. കാത്തുനിന്ന മാധ്യമപ്രവർത്തകരോടോ മറ്റുള്ളവരോടോ സംസാരിക്കാൻ തയ്യാറായില്ല. ഈ മൗനം തുടരുമോ അതോ മൗനം വെടിയേണ്ടി വരുമോ? രഞ്ജിത്ത്, ഇപ്പോൾ ഈ കമലഹാസന്റെ ട്വീറ്റ് വന്നിരിക്കുന്നു. മക്കൾ നീതി മയ്യത്തിൻ്റെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് കമലഹാസന്റെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത്. ഈ മരണപ്പെട്ടവരുടെ കുടുംബത്തോട് അനുശോചനം രേഖപ്പെടുത്തുന്നു. നിരപരാധികളാണ് കൊല്ലപ്പെട്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ പറയുന്നുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അനുശോചിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ റിപ്പോർട്ട് തേടി എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ വരുന്നത്. കേന്ദ്രം ഈ ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു എന്നത് തന്നെയാണ്. കാരണം ഇതിൽ നിയമപരമായ കാര്യങ്ങളിലേക്ക് ഇതിൻ്റെ നടപടികൾ നീളുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വിഭാഗം ജനങ്ങളുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. 5000 പേർ കൊള്ളേണ്ട സ്ഥലത്ത് 5 ലക്ഷം പേരെ ഉൾപ്പെടുത്തി എന്നൊക്കെ വൈകാരികമായി തമിഴ്നാട്ടിലെ ആളുകൾ പറയുന്ന ഒരു പ്രതികരണമൊക്കെ വരുന്നത് നമ്മൾ 36 മരണം എന്ന ഒരു ഔദ്യോഗിക കണക്കാണ് വരുന്നത്. അടിയന്തരമായ സഹായ ധനം കൂടി ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതമാണ് തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം ഇപ്പോൾ ഈ ക്യാബിനറ്റ് യോഗം കഴിഞ്ഞുള്ള തീരുമാനമാണ് വരുന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിലാണ് ഈ യോഗം നടന്നത്. ആ ക്യാബിനറ്റിന് ശേഷമുള്ള ഒരു ക്യാബിനറ്റ് ഡിസിഷനായി വരുന്ന ഒരു കാര്യമാണ്. 10 ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബത്തിന് നൽകുന്നു. പ്രധാനമന്ത്രി അനുശോചിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങി പ്രധാനപ്പെട്ട BJP